ഇറച്ചൊക്കെ കഷ്ടം ചെയ്ത് മുറിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം നമ്മുടെ അയൽക്കാരൻ ജൂതനില്ലേ, അവൻ്റെ വീട്ടിലെത്തിച്ചുള്ളൂ. ഫസ്റ്റ് അദ്ദേഹത്തിനായിക്കോട്ടെ, ബാക്കിയാകാൻ നമുക്ക് പിന്നെ. അപ്പൊ അത് കേട്ട ഒരു സുഹൃത്ത് പറഞ്ഞു, അൽ യഹൂദി അസ്ലഹക്കല്ല അബ്ദുല്ലാഹിബ്നു അംറേ, ആള് ജൂതൻ നമ്മളെ ശത്രുഗണത്തിൽപ്പെട്ട ആളല്ലേ. സാധാരണ മുസ്ലിം അല്ല, ജൂതന്മാർക്ക് എക്കാലത്തും മുസ്ലിമോട് ശത്രുതയെ. അസ്ലഹക്കല്ല, അല്ല നിങ്ങൾക്ക് നന്മയട്ടെ, മൂപ്പർക്കാണോ ഫസ്റ്റ് കൊടുക്കണോ ചോദിച്ചു. മഹാൻ അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു പറഞ്ഞു, യൂസ്വിനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹ് അയൽക്കാരുടെ കാര്യത്തിൽ എന്നോട് വസീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അവരെ കാര്യം ശ്രദ്ധിക്കണം, അവർക്ക് പരിഗണന കൊടുക്കണം, അവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. ഹത്താ ലളൻതു അൻഹു സയുവരിസുഹു, അയൽക്കാർക്ക് മരിച്ചാൽ അനന്തരത്തിൻ്റെ ഒരു ഭാഗം അനന്തരാവകാശം കൊടുക്കേണ്ടി വരുന്ന നിയമം വരുമോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. അത്രമാത്രം പ്രാധാന്യമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അയൽക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തേ തീരൂ. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. അന്യ മതസ്ഥരോട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്ന് മാത്രമല്ല, എല്ലാ നിലക്കും അവരോട് സഹകരിക്കാം, അവർക്ക് ആവശ്യമായ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം, എല്ലാം റെഡി. പക്ഷെ മതപരമായ ആചാരങ്ങൾ നമ്മൾ പകർത്താൻ പാടില്ല. മതപരമായ അത് സ്ട്രിക്റ്റാണ്, അത് കണിശമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ, വിശ്വാസത്തോട് ചെയ്താൽ ആളെന്താവും? വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാം പുറത്തു പോയി കാഫിറായി, മുർത്തദായി. വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണിത് തെറ്റാണ്, ഹറാമാണ്, വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് 2015 നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുക്കൽ വിവാദത്തിൽ പെട്ടുകൊണ്ട് വിട്ടുനിന്നത്? അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിലവിളക്ക് കൊളുത്താൻ സാഹചര്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മതം അതിനെ അനുവദിക്കുന്നില്ല, ഞാൻ കൊളുത്തൂലായിരുന്നു. വലിയ വിവാദമായി, വലിയ ചർച്ചയായി. ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട്. മഹാനായ മർഹൂം CH മുഹമ്മദ് കായ സാഹിബ്, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അവരൊക്കെ നിലവിളക്ക് കൊളുത്തുക എന്ന ആചാരം നമ്മുടെ ആചാരമല്ല, അതുകൊണ്ട് പാടില്ല തീരുമാനിച്ചതാണ്. അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു. ഹൈദരലി ശിഹാബ് തെറ്റുപറ്റിയോ? അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന് നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബിന് തെറ്റുപറ്റിയോ? ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് വിലക്കുന്നത്? എന്തിനാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്ത് നിങ്ങൾ ഓർത്തു നോക്കൂ. ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനങ്ങളുടെ അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ അവർകളാണ്. സൈനുലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. നവറല്ലാഹു മറാഖിദഹുമ, രണ്ട് പേരോടും ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു, മതപരമായ നിയമം പ്രഖ്യാപിച്ചു. ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ്, അനുവദനീയമായ കാര്യമല്ല, അനുവദനീയമല്ലാത്തതാണ്. മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി, ചെയ്യണ്ട. വിശ്വാസം അല്ലെങ്കിൽ അതിൽ കൂട് ഭാഗവാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹം പൊട്ടുതൊട്ടു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ. വളരെ ഗൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിനെതിരായി സ്വീകരിച്ച സമീപനത്തെ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്റെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ചെറുക്കണം അബ്ദുള്ള സാഹിബായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അംഗീകരിച്ചില്ലോ ഉമർ അലി ശിഹാബ് തങ്ങൾ. എന്താ ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമാന പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സമീപനം സ്വീകരിച്ച ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ? അവരൊക്കെ ഐക്യകണ്ഠേന ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചു ദീനിന് പരിക്കേൽക്കാൻ പാടില്ല.
അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ ആകണം. പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് പോയി ആൾ കാഫറായി, പിന്നെ പള്ളിക്ക് കടക്കാൻ പറ്റൂല. വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂല എന്നായി പറഞ്ഞത്. അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ, ഏതായാലും മുറിക്കണ്ടേ? കേക്ക് മുറിക്കലൊന്നും അല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആചാരം, കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ? മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. ഇതാണ് ആദർശം. ആദർശം അമാനത്താണെന്ന് പറയുന്നത്. അവിടെ കോംപ്രമൈസിന് പോകാൻ കഴിയില്ല. ഇതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഇതാണ് എന്താ സൂചിപ്പിച്ചത്. വളരെ ഗൗരവതരമായ സാഹചര്യമാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഭയപ്പെടാതെ, പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീനിനെ വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. 99 വർഷക്കാലം ഒരു ചാഞ്ചല്യവുമല്ലാതെ